ഒരേ വീടും ഒരേ അടുക്കള എന്ന് പറഞ്ഞ് താമസിച്ചിരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇപ്പൊ വീട് മാറിപ്പോയിട്ട് കുറച്ചധികം മാസങ്ങളായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെയായിട്ടും വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ നെയ്ബറിന്റെ കാര്യമാണ് കേട്ടോ. ഒരുപാട് ദൂരത്തൊന്നല്ല, ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു ബംഗ്ലാവ്. അപ്പൊ നമ്മുടെ ഉന്നെന്ന് പറയുന്നത് അന്നമാണല്ലോ. അപ്പൊ നമ്മൾ വരുന്നതിന്റെ ഭാഗമായിട്ട് നല്ല കിടിയിലും ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പൊ ഞാൻ വന്നപ്പോൾ ബിരിയാണി ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടോ. എന്റെ വെപ്പ് നല്ല ഫാന്റാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കേണ്ട ഡ്യൂട്ടി എനിക്ക് തന്നു കേട്ടോ. വെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പാറയപ്പൊന്നും ഉദ്ദേശിക്കല്ലോ കേട്ടോ. അതെ, ഈ ഒരു വെപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയത് ചെമ്മീൻ ബിരിയാണിയാണ്. ബിരിയാണിക്ക് വേണ്ട ഐറ്റംസ് അവർ ഓൾറെഡി റെഡിയാക്കി വെച്ച കാരണം തന്നെ നമുക്ക് വലിയ പണി ഉണ്ടായില്ല കേട്ടോ. ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് ഒരു മാംഗോ ജ്യൂസും കുടിച്ചുകൊണ്ട് നമ്മുടെ വീട് മൊത്തം കറങ്ങി നടന്നു നിരീക്ഷിക്കുകയാണ് കേട്ടോ. കൊള്ളാം, നല്ല വിജനംപിച്ച ബംഗ്ലാവ്. ഇതിന്റെ അർത്ഥം ഒന്നും എന്നോട് ചോദിക്കല്ലോ കേട്ടോ. കൊള്ളാവോ, നല്ല വെയിറ്റുള്ള വാക്കല്ലേ. അങ്ങനെ നമ്മുടെ നിരീക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണി, ചിക്കൻ ചില്ലി, ബീഫ് റോസ്റ്റ് എല്ലാം അതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും നമ്മുടെ പ്ലേറ്റിക്ക് എടുത്ത് വാരിയിട്ടിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ ഒരാൾക്ക് എന്തായാലും ഹേർട്ട് ചെയ്യാൻ വളരെ ചാൻസ് ഉണ്ട്. എന്റെ ഫ്രണ്ട് അബി, അവളുടെ വീട്ടിൽ നിന്നാണ് ഈ ഞാൻ കഴിക്കണം കേട്ടോ. അവൾ അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് കേട്ടോ. മഴ കാരണം അവൾക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. അവളെ മിസ് ചെയ്യുന്ന സങ്കടത്തിൽ അവളുടെ ഭക്ഷണം കൂടി ഞായിരുന്നു കഴിച്ചു. പിന്നെ കഴിച്ചത് തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാടത്തേക്ക് ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നേ. തിരിച്ചു വരുമ്പോഴത്തേനും നമുക്ക് പോകാനുള്ള ഓട്ടോ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവർക്കും ടാറ്റയും പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ.